സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയായി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത കൂടിയുണ്ട്. ലക്ഷ്യം പ്രധാനമാണെങ്കിൽ അതുപോലെ പ്രധാനമാണ് ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും. നേരായ ശുദ്ധമായ മാർഗങ്ങൾ മാത്രമേ ആത്യന്തികമായി നമ്മെ മഹത്തായ ഗുണപരമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുകയുള്ളൂ. ഏതെങ്കിലും കുറുക്കു വഴികളിലൂടെയോ എന്തെങ്കിലും ചെപ്പടി വിദ്യയിലൂടെയോ എളുപ്പത്തിൽ നിഷ്പ്രയാസം വിജയം നേടിക്കളയാം എന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നും നാം മനസ്സിലാക്കണം. അധാർമികമായി നേടുന്ന ഏതൊരു നേട്ടവും ആത്യന്തികമായി ദോഷം മാത്രമേ വരുത്തുകയുള്ളൂവെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൻ്റെ ഫലവും നമ്മളെ തേടി പിറകെ വന്നുകൊള്ളും എന്ന സനാതന സത്യം കൂടി നാം എപ്പോഴും ഓർമ്മ വയ്ക്കുന്നത് നന്ന്. ഏതൊരു മഹത് ലക്ഷ്യത്തിനും അത് ആവശ്യപ്പെടുന്ന അധ്വാനം കൊടുക്കണം. ശരിയായ അളവിലുള്ള പരിശ്രമം കൂടാതെ മഹത്തായ കാര്യങ്ങൾ ഒന്നും നേടുക സാധ്യമല്ല. അങ്ങനെ അല്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് ഒന്നാം തരം ആത്മവഞ്ചനയും വിഡ്ഢിത്തരവുമാണ് എന്ന് കാലം കൊണ്ട് ബോധ്യപ്പെടും. ശരിയായ ലക്ഷ്യം നേടാൻ ശരിയായ പ്രവൃത്തി തന്നെ ചെയ്യണം. ഇതിനെക്കുറിച്ച് സ്വാമിജി പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ. ശുദ്ധമായ ജലം കിട്ടിയില്ലെന്ന് കരുതി ഓടയിലെ ജലം കുടിക്കുമോ? യുക്തിസഹമായ ഈ ചോദ്യത്തിലൂടെ ഉത്തരം വ്യക്തമാണല്ലോ. സ്വാമിജി എല്ലാവരോടും, പ്രത്യേകിച്ച് യുവജനങ്ങളോട് പലപ്പോഴും ഉദ്ബോധിപ്പിച്ചിരുന്ന, അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന കഠോപനിഷത്തിലെ ആ ദിവ്യമന്ത്രത്തിന്റെ അർത്ഥം കൂടി നാം ശരിയായി ഗ്രഹിക്കേണ്ടതുണ്ട്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. ഉണരൂ, എഴുന്നേൽക്കൂ, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ച് അറിയുവിൻ. ഉറങ്ങിക്കിടന്നിരുന്ന ഭാരതാംബയുടെ സന്താനങ്ങളെ അദ്ദേഹം തട്ടിയുണർത്തിയത് ഈ മന്ത്രം വർഷിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പിന്തിരിയരുത്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നപ്പോഴും ജനസമൂഹത്തോടായി അദ്ദേഹം പ്രഖ്യാപിച്ചു, റൈസ്, എവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ യു റീച്ച് ദ ഗോൾ. അതേ സുഹൃത്തുക്കളെ, ഒരു ലക്ഷ്യം നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടുന്നതുവരെ അശ്രാന്ത പരിശ്രമം. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും ലക്ഷ്യം നേടുന്നതുവരെയും അതിൽ നിന്നും പിന്തിരിയില്ല എന്ന നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസം, ഇതാണ് ലക്ഷ്യപ്രാപ്തിയുടെ ജീവിത വിജയത്തിൻ്റെ അതിമഹത്തായ രഹസ്യം. ഉദാഹരണത്തിനായി സച്ചിൻ ടെണ്ടുൽക്കറുടെ ജീവിത കഥയെടുക്കാം. അദ്ദേഹം നന്നേ ചെറിയ പ്രായത്തിലെ ക്രിക്കറ്റ് കളിക്കാനും കളി മെച്ചപ്പെടുത്താനും നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ബാലനായിരിക്കെ അദ്ദേഹം ചേർന്ന സ്പോർട്സ് സെന്ററിൽ തന്നെ മറ്റു പല ബാലന്മാരും ചേർന്നിരുന്നു. എന്നാൽ അതിൽ പലരും 6 മാസം, 1 വർഷം, 2 വർഷം അങ്ങനെ പല കാലയളവുകളിലായി ക്രിക്കറ്റ് കളി മെച്ചപ്പെടുത്തുക എന്ന പരിശ്രമം ഉപേക്ഷിച്ചു പിന്തിരിഞ്ഞു. സച്ചിൻ മാത്രമാണ് കുട്ടിക്കാലം മുതൽ തുടങ്ങി നീണ്ട വർഷങ്ങളോളം ഉന്നത വിജയങ്ങൾ നേടുന്നതുവരെയും കളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. 11ാം വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ അദ്ദേഹം ക്രിക്കറ്റ് കളിയെ ഏറെ ഇഷ്ടപ്പെട്ടു. നിർത്താതെ, ഇടവേളകളില്ലാതെ നിരന്തരം അഭ്യസിച്ചു. ഓരോ കളിയും അദ്ദേഹത്തിന് അഭ്യാസമായിരുന്നു. കൂടുതൽ തൻ്റെ കളിയെ മികവുറ്റതാക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ ദൃഢനിശ്ചയത്തോടെ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ക്രിക്കറ്റിനെ വളരെയേറെ സ്നേഹിക്കുന്നു. എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഈ ആത്മസമർപ്പണമാണ്, ലക്ഷ്യം നേടുന്നതുവരെയും പിന്തിരിയാതെയുള്ള ഈ നിരന്തര പരിശ്രമമാണ്, തീക്ഷ്ണമായ ഈ നിശ്ചയദാർഢ്യമാണ് വിജയത്തിൻ്റെ രഹസ്യം. അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് വൻ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മഹാന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മാത്രമേ ഏവർക്കും ജീവിത വിജയം നേടാനുമാകൂ. സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം. നമസ്തേ.